Hello, my dear friends. This video is exclusively for NCC cadets. There is an instruction from NCC Directorate that all the NCC cadets have to upload their NCC activities during this pandemic period to National Digital Form. In this video, I'd like to explain how can we register and how can we upload an activity to the National Digital Form of NCC. And you just keep watching for this entire description. Okay, firstly we have to log in to www.ncc.nic.in. okay, then we will, after login to this site, you'll be directed to the NCC site. In this site there are several tags. When you look into the top right tag, there is a one tag known as after FAQ. There is a link called digital form. Firstly, you have to click on that link. Okay, there are several links in this about NCC, headquarters, DG NCC, etc. And in final, there is a digital form link. You have to click on that link. Okay. NCC-യുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് നാഷണൽ ഡിജിറ്റൽ ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് ആദ്യം NCCയുടെ സൈറ്റിൽ കയറി ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഡിജിറ്റൽ ഫോം എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. NCCയുടെ സൈറ്റ് www.ncc.nic.in എന്നുള്ളതാണ് NCCയുടെ സൈറ്റ്. അതിൽ കയറുമ്പോൾ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഡിജിറ്റൽ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. When you click into this link, you will be directed to the Government of India site, gov.in, Government of India, My Government site. Okay, there will be a pop-up will arise in front of you, and you just click OK on that pop-up. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ചെയ്ത് വരികയും ആ പോപ്പപ്പ് വിൻഡോയിൽ നിന്ന് ncc.nic.in എന്ന് പറഞ്ഞ ഈ സൈറ്റിൽ നിന്നും നമ്മൾ വേറൊരു സൈറ്റിലേക്ക്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്തിരുന്ന ഒരു പോപ്പപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അതിൽ ഓക്കെ പ്രസ് ചെയ്ത് നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റൊരു സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുകയും ആ ഒരു സൈറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. അതായത് നാഷണൽ ഡിജിറ്റൽ ഫോം എന്ന് പറയുന്നത് NCCയിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. NCCയുടെ സൈറ്റിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നാഷണൽ ഡിജിറ്റൽ ഫോം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൈറ്റാണ്. അത് ആ സൈറ്റിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ we will reach the site www.indiancc.mygov.in. When you look into this site, there is three links on the top right corner. First one is home, second one is cadet corner, and third one is add activity. You just click on that add activity if you want to add an additional activity to this site. നമ്മൾ NCCയുടെ സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ NCCയുടെ സൈറ്റിൽ മുമ്പിലത്തെ സൈറ്റിൽ നിന്നും റീഡയറക്റ്റ് ചെയ്യപ്പെട്ട് കിട്ടുന്നത് ഈ ഒരു സൈറ്റിലേക്കാണ്. നമുക്ക് ഈ ഒരു സൈറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ആഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നമുക്ക് അവിടെ കാണാൻ പറ്റും. ടോപ്പ് റൈറ്റിൽ ആ റെഡ് ഇത് വെച്ചിട്ട് എൻസർക്കിൾ ചെയ്തിരിക്കുന്ന ആഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇതിലെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. If you are a user of gov.in or nic.in, you can directly log into this site by using your email ID or mobile number and your previously set password. If otherwise, you have to enter your email ID or your password for registering. There is a link below that social networking apps column. There is a link that is known as register now. If you don't possess gov.in or nic.in registration, you have to register for uploading your details. The details regards the registration process is described below. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, gov.in എന്ന് പറയുന്ന ഡൊമൈനിലോ അല്ലെങ്കിൽ nic.in എന്ന് പറയുന്ന ഡൊമൈനിലോ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾ അവരുടെ ഇമെയിൽ ID മൊബൈൽ നമ്പറും അവർക്ക് ഓൾറെഡി ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് അവർക്ക് ഇതിൽ കയറി പോകാവുന്നതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് രണ്ടിലും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അവരുടെ ആക്ടിവിറ്റീസ് അവർക്ക് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിനായിട്ട് രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് പുതിയതായിട്ടൊരു സാധനം വരും. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്,
രാജ്യത്തിൻ്റെ അവിടെ ഇന്ത്യ എന്ന് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും. നമ്മളുടെ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഇത്രയും കൊടുത്തതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. After that, if you didn't register in gov.in or nic.in, you have to click the link register now. In that, this page will be opened to your desktop, and in this page you have to enter your full name, your email address, country, mobile number, and also your date of birth, gender, and after that clicking I am agreeing with this. Okay. After that you have to create your click the link, create your account. Okay. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി വരുന്നതാണ്. ഈ അക്കൗണ്ട് ക്രിയേറ്റഡായി ഇനി ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫർദർ കുറച്ച് ഡീറ്റെയിൽസ് കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. ആ ഫർദർ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. And after this process you have to upload some more details required for this, and that is explained after this. Okay. After clicking the register now button, you will get an OTP, and you have to enter that OTP to the prescribed column. Then you'll direct it to the next page. നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുക. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. ഈ പേജിലാണ് NCC കേഡറ്റ്സ്, ഇനി വരുന്ന പേജിലാണ് NCC കേഡറ്റ്സ് അവരുടെ NCCയുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ടറേറ്റ്, ഗ്രൂപ്പ്, ബറ്റാലിയൻ, അവരുടെ റെജിമെൻ്റൽ നമ്പർ മുതലായ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നമ്മളുടെ ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങളുടെ ഡയറക്ടറേറ്റ്, ബറ്റാലിയൻ, ഗ്രൂപ്പ്, അതേപോലെ തന്നെ നിങ്ങളുടെ റെജിമെൻ്റൽ നമ്പർ കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, റെജിമെൻ്റൽ നമ്പറിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ ഒരു പ്രിഫറൻസും ബറ്റാലിയൻ്റെ ഒരു പ്രിഫറൻസും എല്ലാം ഉണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, അതെല്ലാം നിങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ, ലാസ്റ്റ് നമ്പേഴ്സ് മാത്രം കൊടുത്താലും മതി. ഇനി നമ്മൾ ആഡ് ആക്ടിവിറ്റിയുടെ അതിൻ്റെ അകത്ത് ഇതാണ് ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് കാണുന്നത്. ജസ്റ്റ് നോക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ആഡ് ആക്ടിവിറ്റി എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി ആഡ് ചെയ്യുക. നാഷണൽ ഡിജിറ്റൽ ഫോമിൻ്റെ ഈ ഒരു പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആക്ടിവിറ്റി അപ്ലോഡ് ചെയ്യുമ്പോൾ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഐദർ ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം we have to write, and also we have to put the language to upload the activities. This is the information about National Digital Form. Okay, thank you for all. Thanks for watching my video. Please subscribe.